ഒരുത്തനെ സ്നേഹിക്കാൻ പാടില്ല. ഒരുത്തനെ നിന്നെ അതെ അവനെ അതെ ഈ കുടുംബത്തെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. ഒന്നിനും നന്ദിയില്ല, സ്നേഹവും ഇല്ല. ഇപ്പൊ നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളും ചെയ്യും. ഇപ്പൊ ആര് ചെയ്തതാ ഇപ്പൊ പ്രശ്നമായത്? നിങ്ങൾ കണ്ടില്ല ആരാ ചെയ്തെന്ന്? രാവിലെ എഴുന്നേറ്റ് ഇവന് കഴിക്കാനുള്ള തേത്തപ്പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, 4 ദോശ, 2 ഇഡലി, ഇതെല്ലാം വെച്ച് വിളമ്പി കൊടുത്തിട്ട് ഒരു വാക്കം മിണ്ടാതെ അവൻ ഇറങ്ങിപ്പോയില്ലേ? ബാഗും തുണിയൊക്കെ എടുത്തോണ്ട്. അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ അവൻ എന്നോട്? അല്ല, അമ്മ പറഞ്ഞിട്ടല്ലേ പോയത് ഇറങ്ങി പോവാൻ. ഓ, അപ്പൊ തെറ്റെന്റെ അല്ല, ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞ അതിന്റെ അർത്ഥം ഇറങ്ങി പോവാനാണോ? പിന്നല്ലാതെ ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ അമ്മ പറഞ്ഞ. നിന്നെയൊക്കെ കൊന്നു കുഴിച്ചു മൂടുന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊന്നു കുഴിച്ചു മൂടുന്നാണോ? അങ്ങനെയല്ല അമ്മ. അത് അമ്മ ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിച്ചത്. ആ അതെടി, ഇപ്പൊ അങ്ങനെയൊക്കെ നിങ്ങക്ക് തോന്നും, ആർഷും ഈർഷൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ അമ്മയും റൊണാൾഡോ അങ്കിളും കൂടെ നിങ്ങൾ ആരും ന്യായീകരിക്കൊന്നും വേണ്ട. ന്യായീകരണമല്ല, അമ്മ കാണാത്തൊരു കാര്യം. അപ്പൊ അമ്മയും മാമിയും കൂടെ പിന്നെ അടിയായി. അപ്പൊ ഇത് അടിയായി നിങ്ങൾ പിരിയോന്നുള്ള അവസ്ഥ എത്തിയത് കൊണ്ടായിരിക്കാം റൊണാൾഡോ അങ്കിൾ എന്നാ പിന്നെ ഇവിടെ നിന്ന വഷളാവും, ഞാൻ അങ്ങ് പൊയ്ക്കളയാം. അയ്യോ, പിന്നെ ഞാനും അവളും അടി ഉണ്ടാക്കിയിട്ട് അങ്ങ് പിരിഞ്ഞു പോകണം. അത്ര വലിയ അടികൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അമ്മ, പിന്നെ ഒരു വെടി പൊട്ടിയല്ല വലുതാണോ ചെറുതാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല അമ്മയും മാമിയും തമ്മിൽ? ഞങ്ങൾ തമ്മിൽ എന്താന്നേ പിണക്കം? എന്നാ പോയി മിണ്ട്. എന്തിനാ ഇവിടെ മിണ്ടാതിരിക്കണേ? പിണക്കമൊന്നുമില്ല, പക്ഷെ മിണ്ടാൻ പറ്റില്ല. അതെന്താണ് പിണക്കമൊന്നുമില്ല മിണ്ടാൻ പറ്റില്ല? മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് കാര്യമുണ്ട്. ഞാൻ ഇവനുമായിട്ട് മര്യാദക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നില്ലേ? മര്യാദക്ക് എന്തെങ്കിലും ആവട്ടെ, ഞാൻ കാര്യം ചോദിക്കുവായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ ഇവള് കയറേണ്ട കാര്യം എന്താ? ഇവൾ അതിന്റെ ഇടയിൽ കയറേണ്ട കാര്യം എന്താ? അതുകൊണ്ടല്ലേ ഇത് ഇത്രയും വഷളായത്? അതുകൊണ്ടല്ലേ അവൻ ഇറങ്ങിപ്പോയത്? അല്ല, അതിനൊരു കാര്യമുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് മാമിന്റെ അടുത്ത് ഷൗട്ട് ചെയ്ത്. ആ സമയത്ത് സ്വന്തം സഹോദരനല്ലേ, ആരായാലും ഇടപെട്ട് പോവില്ലേ? ആ വിഷമം കാരണമല്ലേ ഇടപെട്ടത്. അത് ഡാഡിയെക്കാട്ടിലും വലിയൊരു നീ പൊയ്ക്കടാ ഒന്ന്. നീ ഞാൻ പോവാം. ഇത് അമ്മയുടെ കുറ്റമെന്നല്ല പറഞ്ഞ, കുറ്റം 2 ഭാഗത്തും ഉണ്ട്. പക്ഷെ നമ്മൾ അവരുടെ രീതിക്ക് ഒന്ന് ചിന്തിക്കണമല്ലോ. അപ്പൊ അമ്മയുടെ ഭാഗത്തല്ലേ കുറച്ച് കുറ്റം അധികം. അമ്മ കറക്റ്റാണ് ചെയ്തത്. എടാ തക്കുടു, അടുത്ത ആഴ്ചയെ കുടുംബശ്രീയുടെ യോഗം 4 മണിക്കാണേ. മുത്തേ, അടുത്ത ആഴ്ച യോഗത്തിന് എനിക്ക് വരാൻ പറ്റൂല. ഞാനും ക്ലീറ്റോയും കൂടിയേ ക്ലീറ്റോന്റെ പാർട്ടിയിലുള്ള ഒരാളുടെ മോളുടെ കല്യാണത്തിന് പോവാ. അമ്മ, ഞാനും വരട്ടെ അമ്മ. ഞാൻ വന്നോട്ടെ പ്ലീസ്. നിന്നെയും കൊണ്ടോ? കല്യാണത്തിനൊക്കെ പോകുന്നോളാം തക്കുടു. പക്ഷേ ഉണ്ടല്ല, നിക്ഷേപ വായ്പ തുകയും ലീവ് ലെറ്ററും ഒക്കെ തരാൻ മറക്കരുത്. ലീവ് ലെറ്റർ ഞാൻ തരാൻ മുത്തേ, പക്ഷെ വായ്പാ തുക ഇതൊക്കെ അടുത്ത ആഴ്ച യോഗത്തിന് തരാൻ പറ്റുള്ളൂ. അതെ തക്കുടു, അടുത്ത ആഴ്ചത്തെ മീറ്റിംഗ് നടക്കുന്നത് സുലോചന ചേച്ചിയുടെ വീട്ടിലാണേ. സുലോചന ചേച്ചിയുടെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് ഒരു പ്രാവശ്യം നടന്നതാ മുത്തേ. അത് അനുശോചന യോഗമായിരുന്നു. അനുശോചന യോഗം? അനുശോചന യോഗമായിരുന്നു? വരണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അന്ന് വന്നില്ലല്ലോ. അന്ന് വരാനായിട്ട് നിന്റെ ഇത് തയ്ച്ചത് മേടിക്കാൻ വേണ്ടി എനിക്ക് പോകണ്ടായിരുന്നോ? അന്നത്തെ ഫൈൻ ആരാ അടച്ചതെന്നറിയോ? അന്നത്തെ ഫൈൻ ആരാന്ന് അടച്ചതെന്നറിയോ? നീ? ഞാൻ. അതോ പിന്നെ അങ്ങനെയല്ലേ നമ്മള്? ആണോ? എന്നാലും പിള്ളേരിപ്പോ പോയി മയത്തിന് വലിഞ്ഞാന്ന് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കൂടെ മിണ്ടിക്കാൻ. അതിന് നമ്മളെപ്പോഴും വഴക്കിട്ട് നമ്മള് കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. അതെന്ന് കാണുന്നവർക്ക് എപ്പോഴും അല്ലെങ്കിൽ തോന്നുന്നു നമ്മള് വഴക്കിടുവാന്ന്. ഞാൻ ചേച്ചി ഞാൻ പിടിക്കാൻ കൊണ്ട പിടിക്കട്ടെ? വേണ്ടടി, ചാടാ. എന്തിന്? പിന്നെ അട ഉണ്ടാക്കുന്നുണ്ട്. ശർക്കര ഇട്ടാണോ? പിന്നെ ശർക്കര ഇട്ടല്ലാതെ. ചേച്ചി ചില സമയത്തൊക്കെ പഞ്ചസാര ഇട്ടുണ്ടാക്കും, എനിക്കത് ഇഷ്ടമല്ല. ഇന്ന് ശർക്കര ഇടുള്ളൂ, നിനക്ക് ശർക്കര ഇട്ടുള്ള ഇഷ്ടം. 2 എണ്ണം വേണം. അതിനെന്താ? ചുട്ടത് വേണോ ആവിയിൽ വേവിക്കണോ? 2 പോരല്ലേ?